ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ഡിഷാണ് കൈപോള. അതിന് വേണ്ട സാധനം, ഇതിനു വേണ്ടി എടുക്കുന്ന 2 നേന്ത്രപ്പഴം, അത് 4ആയി കട്ട് ചെയ്ത് ചെറുതായി മുറിക്കുക. പഴമെല്ലാം ഇതേ രീതിയിൽ മുറിച്ച് കഴിഞ്ഞു. ഇതിനു വേണ്ടി 3 മുട്ടയാണ് എടുക്കുന്നത്. മീഡിയം സൈസ് പഴമായതുകൊണ്ട് 3 മുട്ട മതി. വലിയ പഴമാണെങ്കിൽ 4 മുട്ട എടുക്കാം. ഇതിലേക്ക് 3 ഏലക്കായ, 1/4 കപ്പ് പഞ്ചസാര. ഞാൻ പഞ്ചസാര പൊടിച്ചതാണ്, അങ്ങനെ ചേർത്താലും മതി. 3 ടേബിൾ സ്പൂൺ പാല്. ഇത് ഓപ്ഷണലാണ്, നല്ല മോയ്സ്ചറസ് ഉണ്ടാവും, അതിന് വേണ്ടി ചേർക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ്. ഇതിന് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറക്കുക. ഇതിലേക്ക് മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വെന്തിരിക്കുന്നു. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിയിൽ അടിച്ച് വെച്ച മുട്ടയുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുക. ഇങ്ങനത്തെ ഒരു പാനിലാണ് ഇത് വേവിക്കുന്നത്. ഈ പാനിന് ഉള്ളിൽ നന്നായിട്ട് ഗീ തേച്ച് പിടിപ്പിക്കുക, ഇല്ലെങ്കിൽ ഓയിലെടുക്കാം. അതിനുശേഷം ഇത് മാവ് ഇതിലേക്ക് ഒഴിക്കുക. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ പാത്രം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ മുട്ടയാണ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സിമ്മിൽ വെച്ച് 30 മിനിറ്റ് വെച്ച് വേവിക്കുക. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഒന്ന് കുത്തി നോക്കട്ടെ. വെന്തിട്ടുണ്ട്. നമുക്ക് ചൂട് തണിഞ്ഞിട്ട് സെർവ് ചെയ്യാം. കായ്പോള റെഡിയായിരിക്കുന്ന നല്ലൊരു പലഹാരമാണിത്. വൈകുന്നേരത്തെ ടീ ടൈമിന് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായെങ്കിൽ. താങ്ക് യു ഫ്രണ്ട്സ്.